KSRTC കൊറിയർ സർവീസ് ഇന്നു മുതൽ പുനരാരംഭിക്കും. സ്വകാര്യ കമ്പനിയെ പൂർണ്ണമായും ഒഴിവാക്കി KSRTC കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസിന്റെ നടത്തിപ്പ് കോർപ്പറേഷൻ നേരിട്ട് ഏറ്റെടുത്തു. സർവീസ് നടത്തിപ്പിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് ജനറൽ മാനേജർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോപാൽ ശിലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ഈ വ്യാപക പരാതി ഉയർന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത്. സ്വകാര്യ കമ്പനിയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം എങ്ങനെ അത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായി നടപ്പാക്കും എന്നാണ് കരുതുന്നത്? ഇന്നു മുതൽ KSRTC കോർപ്പറേഷൻ നേരിട്ട് തന്നെ കൊറിയർ സർവീസ് നടത്താം എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം KSRTC ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ജൂലൈ മാസം അവസാന തീയതികളിലാണ്, അതായത് ജൂലൈ 29 മുതൽ ഓർഡറുകൾ ഇനി സ്വീകരിക്കേണ്ടതില്ല എന്ന് KSRTC ഔദ്യോഗികമായി തന്നെ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് സിംഗു സൊല്യൂഷൻസ് എന്ന ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ചുള്ള സ്വകാര്യ കമ്പനിയെ ഈ കൊറിയർ സർവീസിന്റെ ചുമതല ഏൽപ്പിച്ചത്. അത് കൂടുതൽ പ്രൊഫഷണൽ ആക്കുക എന്ന ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു അന്ന് അത്തരത്തിലേക്ക് ഒരു തീരുമാനമെടുത്തത്. കാരണം ടിക്കറ്റ് വരുമാനത്തിനോടൊപ്പം തന്നെ KSRTCക്ക് വലിയ വരുമാനമായിരുന്നു ഈ കൊറിയർ സർവീസുകൾ വഴി ഉണ്ടായിരുന്നത്. എന്നാൽ കൃത്യസമയത്ത് ഓർഡറുകൾ എത്തുന്നില്ല, ഓർഡറുകൾ സ്വീകരിക്കുന്നതിലെ പോരായ്മകൾ, പ്രൊഫഷണലിസത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പരാതികൾ സിംഗു സൊല്യൂഷൻസിനെതിരെയും KSRTC കൊറിയർ സർവീസിനെതിരെയും ഉയർന്ന പശ്ചാത്തലത്തിലാണ് 29 മുതൽ കൊറിയർ സർവീസ് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം എന്ന തീരുമാനത്തിലേക്ക് KSRTC എത്തിയത്. പിന്നീട് ടെൻഡർ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ KSRTC കോർപ്പറേഷൻ സ്വന്തം നിലയ്ക്ക് ഈ കൊറിയർ സർവീസ് ഏറ്റെടുത്ത് നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതുപ്രകാരം ഇന്നു മുതൽ കൊറിയർ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ KSRTC അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.